Google Slide നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം അതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ സാധാരണ Gmail വെച്ചിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ 3 ഓപ്ഷൻസ് വരും. ചൂസ് ടെംപ്ലേറ്റ്, ന്യൂ പവർ പോയിൻറ്റ് ഫയൽ, ന്യൂ സ്ലൈഡ്സ് ഫയൽ എന്നുള്ള ഓപ്ഷൻസ് വരും. അപ്പോൾ ഫസ്റ്റ് ഇവിടെ ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെ ടെംപ്ലേറ്റ് വെച്ചിട്ട് പവർ പോയിൻറ്റ് ഉണ്ടാക്കാമെന്ന് അല്ലെങ്കിൽ സ്ലൈഡ് ഷോ ഉണ്ടാക്കാമെന്നുള്ളതാണ്. അപ്പോൾ ചൂസ് ടെംപ്ലേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൽ ഒരുപാട് ടെംപ്ലേറ്റുകൾ, എഡ്യൂക്കേഷൻ, വർക്ക്, അങ്ങനെ ഒരുപാട് ഡിഫാൾട്ടായിട്ടുള്ള ടെംപ്ലേറ്റുകൾ അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് വർക്ക്, ദെൻ നിങ്ങളെ പ്രൊഫഷണൽ, അങ്ങനെ ഒരുപാട് ടെംപ്ലേറ്റുകൾ, ജനറലായിട്ട് ടെംപ്ലേറ്റുകൾ അവർ നമുക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഏത് ടെംപ്ലേറ്റാണ് നിങ്ങൾക്ക് ആപ്റ്റായിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ആ ടെംപ്ലേറ്റ് നിങ്ങൾ സെലക്ട് ചെയ്യാം. ഇവിടെ ഞാൻ ഈ ഒരു പ്രോട്ടോടൈപ്പിംഗ് എന്ന് പറയുന്ന ടെംപ്ലേറ്റാണ് സെലക്ട് ചെയ്യുന്നത്. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ടെംപ്ലേറ്റിൻ്റെ ഫുൾ ടെംപ്ലേറ്റുകൾ വരും. അതിലുള്ള ഫുള്ളായിട്ടുള്ള ഓപ്ഷൻസ് വരും. ഇത് ടോട്ടൽ 21 സ്ലൈഡുകൾ ഉണ്ട്. ഇപ്പോൾ ഈ ഒരു സെലക്ട് ചെയ്തതിൽ 21 സ്ലൈഡ് ഉണ്ട് മൊത്തത്തിൽ. അപ്പോൾ അതിൽ മൊത്തം വേണ്ടി വരില്ല. അപ്പോൾ ആവശ്യമില്ലാത്തൊക്കെ ഡിലീറ്റ് ചെയ്യുക. ഇനി എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. അതിൽ എഡിറ്റ് സ്ലൈഡ് എന്ന ഓപ്ഷൻ വരും. എന്നിട്ട് എഡിറ്റ് സ്ലൈഡിലേക്ക് പോവുക. ഇനി നിങ്ങൾക്ക് ടെക്സ്റ്റുകൾ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ ടെക്സ്റ്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എഡിറ്റ് ചെയ്യുന്ന ഓപ്ഷൻ വരും. അതിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്ത് ടെക്സ്റ്റാണ് വേണ്ടത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ ടെക്സ്റ്റിൻ്റെ പ്രോപ്പർട്ടിയാണ് വേണ്ടതെങ്കിൽ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ താഴത്തെ പ്രോപ്പർട്ടി ബാർ വരും, ടൂൾ ബാർ വരും. അപ്പോൾ അതിൽ ടെക്സ്റ്റ് സ്റ്റൈല്, ടെക്സ്റ്റ് സൈസ്, ബോൾഡ്, ഇറ്റാലിക്, അണ്ടർസ്കോർ, കളറിങ്, ബുള്ളറ്റ്സ് കൊടുക്കണമെങ്കിൽ അത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസും താഴത്തെ ടൂൾ ബാറിൽ വരും. മുകളിൽ അതിൻ്റെ കട്ട്, കോപ്പി, പേസ്റ്റ് എന്നുള്ള ടൂൾ ബാറും വരും. ഇനി ഇതിൽ തന്നെ ഇമേജസ് വരും. ഒരുപാട് ഇമേജസ് വരാമെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇമേജസ് വരികയാണെങ്കിൽ ഇമേജ് സെലക്ട് ചെയ്യുമ്പോൾ താഴത്തെ ടൂൾ ബാറിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും. ബോർഡർ, ക്രോപ്പ്, കാര്യങ്ങളൊക്കെ. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീപ്ലേസ് എന്ന ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾക്ക് ആ ഇമേജ് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ അതിലൊരു ഓപ്ഷനാണ് 4ാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഫ്രം ഫോട്ടോസ് എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് ഫോണിലുള്ള ഏതെങ്കിലും ഫോട്ടോ നിങ്ങൾ റീപ്ലേസ് ചെയ്യുക. നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യേണ്ട ഫോട്ടോസ് അവിടെ സെലക്ട് ചെയ്ത് കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് റീപ്ലേസ് ആയിട്ട് വരും. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ഉള്ളത് മാത്രമാണ് പറയുന്നത്. ബാക്കിയുള്ള ക്രോപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഇതുപോലത്തുള്ള ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വരികയാണെങ്കിൽ, പെർസെൻറ്റേജ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അത് ഓൾറെഡി അവർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വാല്യൂസ് മാറ്റാം. ഇനി അതല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൺഗ്രൂപ്പ് ചെയ്യുക. അത് ഓൾറെഡി ഗ്രൂപ്പായിട്ട് വെച്ചിട്ടുണ്ടാവും. നമ്മൾ സാധാരണ PPT ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ഗ്രൂപ്പാക്കി വെച്ചിട്ടുണ്ടാവും. ആ അൺഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. സാധാരണ നമ്മൾ സിസ്റ്റത്തിൽ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ സിസ്റ്റം ഇതുപോലെ ചെയ്ത് വെച്ചിട്ട് ഗ്രൂപ്പാക്കി വെക്കുകയാണ് ചെയ്യുക സാധാരണഗതിയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ഇനി ഒരു സ്ലൈഡ് ആഡ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് 11ാം സ്ലൈഡ് ആഡ് ചെയ്യണം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ സ്ലൈഡ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ഏത് ടൈപ്പ് സ്ലൈഡാണ് വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 11ാമതായിട്ട് എനിക്ക് പുതിയ സ്ലൈഡ് ഇവിടെ ആഡ് ആയിട്ട് വരും. ഇനി സ്ലൈഡുകൾ അങ്ങോട്ടും കൂടെ മൂവ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, താഴേക്കും മുകളിലേക്ക് ഡ്രാഗ് ചെയ്തിട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കുക. എങ്ങനെയാണ് വേണ്ടത് അലൈൻമെൻറ്റ് അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി മുകളിലത്തെ ഓപ്ഷൻ നിങ്ങൾ പ്രസ് ചെയ്ത് പിടിച്ചാൽ മുകളിലൊരു ഓപ്ഷൻ വരും. അതിൽ എനിക്ക് ഡിലീറ്റ് എന്ന് കാണാൻ പറ്റും. വേണ്ടാത്ത സ്ലൈഡുകൾ അങ്ങനെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇനി സാധാരണഗതിയിൽ സ്ലൈഡ് സെലക്ട് ചെയ്യുമ്പോൾ മുകളിലൊരു ടൂൾ ബാർ വരുന്നുണ്ട്. അൺഡു, റീഡു, പ്ലേ, ദെൻ ഷെയർ, പ്ലസ് ബട്ടൺ. ഒരു പ്ലസ് ബട്ടൺ കാണാൻ വേണ്ടി കഴിയും, ഒരു കമൻറ്റ് കാണാൻ വേണ്ടി. ആ പ്ലസ് ബട്ടൺ ഒന്ന് ആഡ് ചെയ്യാനാണ്. നിങ്ങൾക്ക് ഇമേജ്, ടെക്സ്റ്റ്, ലൈന്, ഷേപ്പ് ഒക്കെ ആഡ് ചെയ്യാനാണ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഇമേജ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇമേജസിൽ പോവുക. എന്നിട്ട് നിങ്ങൾ ഫോണിലുള്ള ഒരു ഇമേജ് നിങ്ങൾ ആഡ് ചെയ്യുക. പിന്നെ ബാക്കി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇമേജ് സെലക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന ഇമേജിൻ്റെ ടൂൾ ബാർ താഴെ വരും. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡ്രാഗ് ചെയ്യാനും ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, സെൻഡ് ടു ബാക്ക് കൊടുത്താൽ ബാക്കിലേക്ക് പോവുകയും ചെയ്യും. സാധാരണ നമ്മൾ സിസ്റ്റത്തിൽ ചെയ്യുന്ന എല്ലാ വർക്കുകളും ഇതിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഇനി ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. ടെക്സ്റ്റിൻ്റെ കളർ വൈറ്റ് ആയി കൊടുത്തു കഴിഞ്ഞാൽ അതും കൂടെ ഈസി ആയിട്ട് നമുക്ക് റീഡ് ചെയ്യാൻ വേണ്ടി കഴിയും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഇനി ആ ഷെയർ എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ടല്ലോ, അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ വേറൊരാളെ മെയിൽ ഐ ഡി കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കിയത് അവർക്കും ഷെയർ ചെയ്യണം. അപ്പോൾ 3 ഓപ്ഷൻ അതിൽ വരും. വ്യൂവർ, കമാൻഡർ, എഡിറ്റർ എന്നുള്ളത്. ഈ എഡിറ്ററാണ് ക്ലിക്ക് ചെയ്യണമെങ്കിൽ അയാൾക്കും കൂടെ എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗ്രൂപ്പായിട്ടൊക്കെ നിങ്ങൾ സ്ലൈഡ് ഉണ്ടാക്കുകയാണെങ്കിൽ അതുകൊണ്ട് ബെനിഫിറ്റാണ്. ഇനി പ്ലെയിനായിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഞാൻ പുതിയൊരു ഫ്രഷ് ആയിട്ടുള്ള സെലക്ട് ചെയ്തു. ഇതിൽ ഞാൻ തീമും കാര്യങ്ങളൊന്നും സെലക്ട് ചെയ്ത് ടെംപ്ലേറ്റും സെലക്ട് ചെയ്തിട്ടില്ല. പ്ലെയിൻ ആയിട്ടുള്ളതാണ്. നേരത്തെ ചെയ്തപ്പോൾ തന്നെ പ്രസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇമേജ് കൊണ്ടുവരാൻ പോവാണ്. ഞാൻ ഒരു ഇമേജ് കൊണ്ടുവന്ന് ആ ഇമേജ് ഞാൻ പ്ലേസ് ചെയ്തു. ഇമേജ് ഡ്രാഗ് ചെയ്തിട്ട് എന്ത് ചെയ്തു, കറക്റ്റ് ആ ഒരു സൈസിന് കറക്റ്റാക്കി വെച്ചു. എന്നിട്ട് മുകളിലാണ് ടിക്ക് ഇട്ടു. അപ്പോൾ കറക്റ്റ് അതിന് വേണ്ടി സൈസ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ടെംപ്ലേറ്റിന് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു സ്ലൈഡിന് കറക്റ്റായിട്ട് സൈസ് വന്നിട്ട് സെൻഡ് ടു ബാക്ക് കൊടുത്തു കഴിഞ്ഞാൽ മുകളിലോട്ട് ടെക്സ്റ്റ് മുകളിലോട്ട് വരും. ഇനി ആ ടെക്സ്റ്റിൽ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്താണ് കൊടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചിട്ടാണ് വെറുതെ എഴുതാൻ പോവാണ്. നിങ്ങൾക്ക് സാമ്പിളായിട്ട് കാണിച്ചു തരാൻ പോവാണ്. അപ്പോൾ അത് ഗ്ലോബൽ വാർമിംഗ് ഞാൻ ടൈറ്റിൽ കൊടുത്ത് എനിക്ക് താഴത്തെ ടൈറ്റിൽ വേണ്ട. അപ്പോൾ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. വീണ്ടും പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പുതിയ സ്ലൈഡിലേക്ക് ആഡ് ചെയ്യുക.
നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ടെക്സ്റ്റോ സ്ലൈഡോ എന്ത് വേണമെങ്കിൽ ആഡ് ചെയ്യട്ടോ. ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് കമാൻഡ്, ടെക്സ്റ്റ്, ഷേപ്പ് ഒക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ചെയ്ത് നോക്കുക, വളരെ യൂസ്ഫുള്ളാണ്. ഞാൻ ഇത് പിക്ചർ ആഡ് ചെയ്തു. ഇനി എനിക്ക് ലെഫ്റ്റ് സൈഡിൽ ടെക്സ്റ്റുകൾ ആഡ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തു. ഈ ടെക്സ്റ്റ് ടൈപ്പിംഗ് മാത്രമാണ് കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സിങ്. അത് നിങ്ങളിപ്പോൾ സിസ്റ്റത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ, ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ PC-യിൽ ചെയ്ത് കഴിഞ്ഞാൽ ടൈപ്പിംഗ് ടൈം എടുക്കും. അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ മൊബൈലിലാകുമ്പോൾ കീബോർഡ് ചെറുതായതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി ഉണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത വീണ്ടും ഒരു സ്ലൈഡ് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നു. തൊട്ട് താഴെ അതിൽ ആഡ് ചെയ്തു. ടെക്സ്റ്റ് വേണം, കംപ്ലീറ്റ് പിക്ചറാണ്. എപ്പോഴും പ്രസൻറ്റേഷൻ വെക്കുമ്പോൾ കൂടുതൽ പിക്ചർ ആഡ് ചെയ്യുക, വേർഡ്സ് കുറച്ച് വെക്കുക. കാരണം എല്ലാവരും അട്രാക്ഷൻ പിക്ചറിലേക്കാണ് പോകുക. പിക്ചറുകൾ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക എപ്പോഴും പ്രസൻറ്റേഷൻ ചെയ്യുമ്പോൾ. ഇനി ഷെയർ ചെയ്യണമെങ്കിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ സെൻഡ് എ കോപ്പി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് സേവ് ആസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സെൻഡ് എ കോപ്പി എടുക്കുകയാണെങ്കിൽ അതിൽ തന്നെ PPT ആയിട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പവർ പോയിൻറ്റ്, PDF എങ്ങനെ വേണമെങ്കിൽ സെൻഡ് ചെയ്യുക. PDF ആണെങ്കിൽ PDF സെലക്ട് ചെയ്യുക. എന്നിട്ട് വാട്സപ്പോ മെസ്സേജോ ബോട്ടിമോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് സെൻഡ് ചെയ്യാം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കും.